തൃശൂർ മണലൂർ വാടാനപ്പള്ളിയിലും കിറ്റ് വിവാദം. വോട്ടർമാരെ സ്വാധീനിക്കാൻ വാടാനപ്പള്ളിയിലെ സൂപ്പർ മാർക്കറ്റിൽ 2000-ഓളം കിറ്റുകൾ തയ്യാറാക്കിയെന്നാണ് UDF-ന്റെയും LDF-ന്റെയും ആരോപണം. സൂപ്പർ മാർക്കറ്റ് പുറത്ത് LDF UDF പ്രവർത്തകർ പ്രതിഷേധിക്കുന്നുണ്ട്. ജേസൺ ചാമോളപ്പിൽ സ്ഥലത്ത് നിന്ന് ചേരുകയാണ്. ജേസൺ, എന്താണ് LDF-ന്റെയും UDF-ന്റെയും ഒക്കെ ആരോപണം? മാധു, ഇന്നലെയാണ് BJP-യുടെ നേതൃത്വത്തിൽ തൃശ്ശൂരിൽ കിറ്റ് വിതരണം നടത്തിയെന്ന ആരോപണം വരികയും അതിന് മുകളിൽ പരാതി വരികയും പിന്നീട് കേസെടുക്കുകയും ചെയ്തത്. ഇന്ന് രാവിലെ മണലൂരിലെ UDF സ്ഥാനാർത്ഥിയായ TM പ്രതാപൻ അദ്ദേഹം തൃശ്ശൂർ അതിരൂപത ആർച്ച് ബിഷപ്പിനെ സന്ദർശിച്ച ശേഷം വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. മണലൂരിൽ വൻതോതിൽ BJP പണമിറക്കുന്നു, ആ പണമിറക്കുന്നത് പണമായും കിറ്റായും വിതരണം ചെയ്യുന്നുവെന്ന് പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് ഇപ്പോൾ നാം നിൽക്കുന്ന വാടാനപ്പള്ളിയിലെ ഈ ചാമ്പ്യൻസ് ട്രേഡേഴ്സ് എന്ന് പറയുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് ഇപ്പോൾ LDF UDF പ്രവർത്തകർ എത്തിയിരിക്കുന്നത്. ഇതിനകത്ത് 2000-ഓളം കിറ്റുകൾ തയ്യാറാക്കുന്നു എന്നതാണ് പ്രധാനമായും LDF UDF പ്രവർത്തകർ ഉന്നയിച്ചിരിക്കുന്ന പരാതിയോടെ പോലീസ് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ആ സൂപ്പർ മാർക്കറ്റിൽ സാധനങ്ങൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമൊക്കെ ഇവിടെ നിന്ന് കാണാം. അവിടെ പോലീസുണ്ട്. അതോടൊപ്പം തന്നെ ഇതിനകത്ത് BJP പ്രവർത്തകരുണ്ട് എന്നാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നവർ പ്രധാനമായും ആരോപിക്കുന്നത്. പോലീസ് എത്തി ഇപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. എന്താണ് ആരോപണം? ഞങ്ങൾ ആരോപണം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറോളായിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട്. ഇവിടെ നാട്ടുകാരുടെ ഇടയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. ഇപ്പോൾ ഇന്നലെയും ഇവിടുന്ന് 1500-ഓളം കിറ്റുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങളിത് അറിഞ്ഞു വന്നപ്പോൾ സ്വാതന്ത്ര്യ മരണാനന്തര സമിതിക്ക് വേണ്ടിയിട്ടാണ് ഈ കിറ്റുകൾ വിതരണം ചെയ്തത് ആദ്യം പറഞ്ഞത്. സ്വാതന്ത്ര്യത്തിൻ്റെ സെക്രട്ടറിയും പ്രസിഡന്റിനുമായി ബന്ധപ്പെട്ടപ്പോൾ അങ്ങനെ ഒരു സംഭവം അവർക്കറിയില്ല. BJP-യുടെ യുവമോർച്ചയുടെ നേതാവ് ഇതിൻ്റെ അകത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടിയാണ് ഈ കിടക്കുന്നത്. BJP-യുടെ വണ്ടികൾ നിരന്തരമായിട്ട് ഇവിടെ കടന്നു പോകുന്നുണ്ട്. ഇതിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഇത് ഉത്തരേന്ത്യൻ രാഷ്ട്രീയത്തിലുള്ള പോലത്തെ രീതിയിലേക്ക് കേരള രാഷ്ട്രീയത്തിലേക്ക് കിറ്റ് രാഷ്ട്രീയം കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായി ഇവിടെ കേന്ദ്രീകരിച്ച് BJP-യുടെ നേതൃത്വത്തിൽ ഇത്തരം കിറ്റ് വിതരണം നടക്കുന്നുണ്ട്. ഇന്നാണ് നാട്ടുകാരുടെ ഇൻഫർമേഷനിൽ ഇവിടെ വളഞ്ഞത്. BJP-യുടെ സംസ്ഥാന നേതാവ് മഗീഷ് പൂരാടൻ ഇപ്പോൾ ആ ഗോഡൌണിനകത്ത് പോലീസ് പൂട്ടിയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് വണ്ടിയാണ് കിടക്കുന്നത്. നഗ്നമായ ജനാധിപത്യ പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJP-യുടെ മുഴുവൻ കള്ളപ്പണം, അതായത് ഇവിടുത്തെ സ്ഥാനാർത്ഥി പണ്ട് ആരോപണ വിധേയനായ സ്ഥാനാർത്ഥി, കൊടകര കോൾപ്പണത്തിൽ ആരോപണ വിധേയനായ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി ആ പണം മുഴുവൻ മണലൂർ അസംബ്ലി നിയോജകത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ ഏറ്റവും ജീവിക്കുന്ന ഉദാഹരണമാണ് ഈ കാണുന്നത്. ഇതിനെതിരെ ഈ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പൊതുജനമാണ് ഇന്ന് ഈ ഗോഡൌണിന് മുന്നിൽ വളഞ്ഞിരിക്കുന്നത്. എത്ര കിറ്റുകൾ തയ്യാറാക്കുന്നുണ്ട്? 4000 കിറ്റാണ് ഇപ്പോൾ പുറത്തു വന്ന ഇൻഫർമേഷൻ. പക്ഷേ ഇവർ ഈ 9-ാം തീയതിക്കുള്ളിൽ 4000 അല്ല അതിനേക്കാൾ ഒട്ടനവധി കിറ്റുകൾ ഇവിടെ വിതരണം ചെയ്യാൻ പ്ലാൻ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഈ മണലൂർ, പ്രത്യേകിച്ച് രാവിലെ തന്നെ മണലൂർ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥി പറഞ്ഞത് വലിയ തോതിൽ പണം ഇറക്കുന്നുണ്ട്, കിറ്റ് വിതരണം ചെയ്യുന്നുണ്ട്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം പുറത്തു വന്നിരിക്കുന്നത്. നിങ്ങൾ വിഷ്വൽ മീഡിയ ഇവിടെ പ്രചരിപ്പിച്ച ഫ്ലക്സ് ബോർഡുകൾ നോക്കിയാൽ കാണാം. BJP ഇവിടെ വെച്ചിരിക്കുന്ന ബോർഡ്, ആ ബോർഡിന്റെ തുക പരിശോധിച്ചു കഴിഞ്ഞാൽ ഈ തെരഞ്ഞെടുപ്പിൽ കേവലം 40 ലക്ഷം രൂപയാണ് ഒരു അസംബ്ലി സ്ഥാനാർത്ഥി ചെലവഴിക്കാൻ സാധിക്കുക. അതിനേക്കാൾ ഏറെ 1.5 കോടി രൂപയുടെ പ്രചരണ വസ്തുക്കൾ ഇപ്പോൾ പൊതുസമൂഹത്തിനകത്ത് ഇവർ പ്രദർശിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് UDF-ന്റെ സ്ഥാനാർത്ഥി TN പ്രതാപൻ പറഞ്ഞത് ഇത് കള്ളപ്പണത്തിന്റെ ഒഴുക്കാണ് BJP ഇവിടെ നടത്തുമെന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ ആരെങ്കിലും വന്നിട്ടുണ്ട്? ഇലക്ഷൻ ഒരു പരാതി UDF-ന്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് എന്ന നിലയ്ക്ക് ഒരു പരാതി ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അവർ സ്കോഡ് എത്തുമെന്ന് പറഞ്ഞാൽ ഇവിടെ ആരും എത്തിയിട്ടില്ല. അവിടെ പരിശോധന തുടങ്ങിയിട്ടില്ല. പോലീസ് ചുമ്മാ സ്വത്തിനും ജീവനും കാവൽ നിൽക്കുക എന്ന ഡ്യൂട്ടി മാത്രമാണ് ചെയ്യുന്നത്. അല്ലാതെ പെരുമാറ്റച്ചട്ടം, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനവുമായി ബന്ധപ്പെടുത്തി ഒരു നടപടിയും പോലീസ് തുടങ്ങിയിട്ടില്ല. അതിപ്പോൾ ഏതായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയി ആളുകളൊക്കെ തമ്പടിച്ചിട്ടുണ്ട്. ഈ സൂപ്പർ മാർക്കറ്റ് മുമ്പിൽ ആളുകൾ എത്തിയിട്ടുണ്ട്. LDF-ന്റെ UDF-ന്റെ പ്രവർത്തകരോട് എത്തിയിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ ഇതുവരെ എത്തിയിട്ടില്ല. പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. അകത്ത് BJP-യുടെ യുവമോർച്ചയുടെ പ്രവർത്തകർ, കിറ്റുമായി ബന്ധപ്പെട്ട ആരോപണം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആരോപണങ്ങളെല്ലാം BJP-ക്ക് എതിരെയുമാണ്. UDF LDF പ്രവർത്തകരെല്ലാം അവിടെ തമ്പടിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയാണ്. ജേസൺ ചാമോളപ്പിലാണ് വിവരങ്ങൾ നൽകിയത്.